Praise the Lord. A very good morning to you all. May God bless everyone with a wonderful Friday. Hallelujah. Holy God. Have a blessed, wonderful, supernatural, peaceful Friday. Hallelujah. So we have come to the 9th of February. Hallelujah. We have to thank God for everything what He has done for us. God desires to keep us filled with His life. Hallelujah. കാരണം എന്നാ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. ഹല്ലേലൂയ. സോ വി വിൽ നോട്ട് പെരിഷ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക സിറ്റുവേഷൻസ് നമുക്ക് പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മൾ പോകുവാടേലും വി വിൽ നെവർ പെരിഷ്. ആരാ നമ്മളോടത് പറഞ്ഞത്? യേശു കർത്താവ് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. സോ ഹി ഹാസ് ഗിവൻ us ഹിസ് ലൈഫ് ടു us. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവൻ നമുക്ക് തന്നേക്കുക. ഹല്ലേലൂയ. ഹി കെയിം ടു ദിസ് വേൾഡ് ടു ഗിവ് us ലൈഫ്. അല്ലേ? കള്ളൻ അറുക്കാനും മുടിക്കാനും ഒക്കെയാണ് വന്നത്. പക്ഷേ കർത്താവ് വന്നത് നമുക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് കർത്താവ് വന്നത്. അല്ലേ? നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പരമേശ സദാ വന്ദനം, പരമേശ സദാ വന്ദനം, സദാ നിനക്ക് പരമേശ സദാ വന്ദനം. പരമനിൻ മഹിമയിൽ ധരണിയിൽ തെളിപ്പാൻ, പരമനിൻ മഹിമയിൻ ധരണിയിൽ തെളിപ്പാൻ, സുരനരനായി ജനിച്ച സുരനായകനാം, സുരനായി ജനിച്ച സുരനായകനാം പരമേശ സദാ വന്ദനം, പരമേശ സദാ വന്ദനം, സദാ നിനക്ക് പരമേശ സദാ വന്ദനം. ഇരുളിൻ ഭരണമെല്ലാം നരനിലും പരന്നതാൽ, ഇരുളിൻ ഭരണമെല്ലാം നരനിലും പരന്നതാ, അരുളനേകിയനാം രഥം കാത്തിടുന്ന, അരുളാനികനാം രഥം കാത്തിടുന്ന പരമേശ സദാ വന്ദനം, പരമേശ സദാ വന്ദനം, സദാ നിനക്ക് പരമേശ സദാ വന്ദനം. ശരണമെനിക്കു ഭവാൻ പരമൊരു ഗതിയില്ല, ശരണമെനിക്കു ഭവാൻ പരമൊരു ഗതിയില്ല, പരമാത്മജ നിന്നടി കൂപ്പിടുന്നേൻ, പരമാത്മജ നിൻ അടി കൂപ്പിടുന്നേ, പരമേശ സദാ വന്ദനം, പരമേശ സദാ വന്ദനം, സദാ നിനക്ക് പരമേശ സദാ വന്ദനം. തിരുശരീരമെനിക്കായി കുരിശതിൽ ബലിയാക്കി, തിരുശരീരമെനിക്കായി കുരിശതിൽ ബലിയാക്കി, തിരുനീതി ബലിപതിനായി ശ്രമിച്ച, തിരുനീതി ബലിപതിനായി ശ്രമിച്ച പരമേശ സദാ വന്ദനം, സദാ നിനക്ക് പരമേശ സദാ വന്ദനം.
മരിച്ചു തിരികെ ജീവിച്ചമർത്യനായി ഭവിച്ചതാൽ, മരിച്ചു തിരികെ ജീവിച്ചമർത്യനായി ഭവിച്ചതാൽ, മരണത്തെ നീക്കാൻ അധികാരമർന്ന, മരണത്തെ നീക്കാൻ അധികാരമർന്ന പരമേശ യഥാവന്ദനം പതാതീനക്ക് പരമേശ യഥാവന്ദനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹോളി ഗോഡ്, ഹോളി ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ഇരുട്ട് നിറഞ്ഞതല്ലേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ഇരുട്ടാർത്ത ഈ ലോകത്തിലേക്ക് വെളിച്ചമായി യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. ധരബ ശന്തര. എൻ്റെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഇന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്നും എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവമാണ്. എന്ത് ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സ്തുതിച്ച് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഓ, ഹി ഈസ് ഹിയറിംഗ് അവർ ക്രൈസ്, ഹി ഈസ് ഹിയറിംഗ് അവർ പ്രേയേഴ്സ്, ഹി ഈസ് വിത്ത് us, ഹി ഈസ് ഇൻ us. ഹല്ലേലൂയ. ഹി ഈസ് ഹെൽപ്പിംഗ് us. നമ്മുടെ കരുത്തിൽ എപ്പോഴും പിടിച്ചിരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കരുത്തിൽ നിന്ന് ആർക്കും നമ്മളെ എന്താ പറയുക പ്ലക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഊടാല ബഷത്തര. സോ ലെറ്റ് us pray to God. പരിശുദ്ധ പിതാവ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപ്പ അങ്ങയുടെ പാദപീഠത്തേക്ക് ഞങ്ങൾ അണിഞ്ഞു വരുന്ന കർത്താവെ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. Such a wonderful Jesus we praise this morning. Thank you, Jesus, for this wonderful, beautiful morning, Daddy. Hallelujah. The only true God, one God the Father. സർഗസ്വനായ ഞങ്ങളുടെ കർത്താവേ, Hallelujah. the നിത്യ രാജാവേ, King eternal, അക്ഷയനായ കർത്താവേ, അദൃശ്യനായ ഞങ്ങളുടെ കർത്താവേ. Hallelujah. Holy, 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 we praise you. You are worthy, Daddy. You are the Lord Most High. You are the Lord our shepherd. You are our righteousness. You are the Lord of hosts. We praise you. The Lord who sanctifies us. We praise you. You are our healer. You are our maker. Hallelujah. Oh, you are present everywhere. You are omniscient. You are omnipresent. You are omnipotent. Hallelujah. We praise you, Daddy. We lift up your name, Jesus. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി. ഹല്ലേലൂയ. ഹോറാബ സഖറ സ്വർഗീയ സ്വപ്നങ്ങളൊക്കെ തന്നു. ഈ പ്രഭാതി ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പാൻ കർത്താവെ അങ്ങ് തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. റിഖാല ശത്തര. കർത്താവ് തന്ന ഈ പ്രഭാതത്തിനായി സ്തോത്രം കർത്താവെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്നുമുഖം കാണുവാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്ന കൃപയോർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. യു ബോർ our sicknesses. Hallelujah. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട്. You were wounded for our transgressions. You were bruised for our iniquities. You bore the sin of us. Hallelujah. You took our infirmities and you bore our sicknesses. You bore our grief. You carried our sorrows on the cross. You shed your blood for us, Daddy. Oh, you tasted death for us. Hallelujah. Rikaba Santara. Oh, Ribisiandara. Riba. Now we are intercessing for us in heaven. Hallelujah. Oh, Rabba Sakarala Bashantara. You are our chief shepherd. Hallelujah. Great shepherd. The one shepherd. Hallelujah. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവേ, നിത്യജീവൻ തന്ന കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതുവരെ കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ ഏക സമ്പത്ത് അങ്ങാണ് കർത്താവേ. ഹല്ലേലൂയ. അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം ഡാഡി. എല്ലാ മാനവും മഹത്വവും അപ്പച്ചന് കരയേറ്റുന്ന കർത്താവേ. ഹല്ലേലൂയ. So God has given us a beautiful, wonderful promise. നമുക്കെല്ലാവർക്കും എപ്പോഴും അറിയാവുന്ന ഒരു വാക്യമാണിത്. It's from John 10:28. Lord, give us a hallelujah wonderful promise this morning. For that we have to thank God. Hallelujah. That verse, it is that promise, it is like this: I give them eternal life and they will never perish
and no one will snatch them out of my hand. Hallelujah. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ജോൺ 10:28 ഹോളി ഗോഡ് ഹുഡാരാസ്യാന്തറ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, പലരുടെയും സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചില ഭാര്യമാർ, ഭർത്താക്കന്മാർ അവർ അവിശ്വാസത്തിലല്ലായിരിക്കും, അവർ വിശ്വാസത്തിലായിരിക്കും. അവർ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുക. അവർ ഒളിച്ച് ബാത്റൂമിലൊക്കെ ഇരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്ക് എത്ര പ്രതികൂലങ്ങൾ, ആരൊക്കെ നമുക്ക് കർത്താവിലുള്ള സ്നേഹത്തിൽ ഈ വിശ്വാസത്തിൽ നിൽക്കാൻ നമുക്കെതിരായിട്ട് നിന്നാലും, ഹല്ലേലൂയ, കർത്താവിൻ്റെ കരത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനെ ആർക്കും വലിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടത് പറയാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പോകാൻ ആർക്കെങ്കിലും പറ്റുമോ? ഹല്ലേലൂയ. പുറമേ ഓക്കെ, ശരിയാണ്, അവർക്ക് ബൈബിൾ എടുത്ത് ഒളിച്ചു വയ്ക്കാം, നമ്മൾ ഇത് വെക്കണം, നോട്ട്സ് എടുത്ത് മാറ്റാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം തരത്തില്ല. നമുക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോഴോ നമ്മൾ ബാത്റൂമിലിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കർത്താവിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് സംസാരിക്കാം, അല്ലേ? എത്രയോ പേർ എനിക്കറിയാവുന്നൊരു സഹോദരി, ആക്ച്വലി ഷീസ് വലിയൊരു ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉള്ളൊരു കുട്ടിയാണ്. ഹല്ലേലൂയ. അത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടിയാണ്. അത് മുറി അടച്ചിട്ട് ആരും, അച്ഛനും അമ്മയും അറിയാതെയാണിത് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതിന് ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അത് കാരണം തന്നെ അത് ആക്ച്വലി ഷീസ് ഹിയറിങ് കുറേ നെഗറ്റീവ് വേർഡ്സ് കേൾക്കുന്നുണ്ട് എപ്പോഴും. ഈവൻ ദെൻ പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കൂ? ഹല്ലേലൂയ. അതിൻ്റെ ഓരോ വേർഡും തീയാണ് ദൈവമക്കളെ, തീയാണ്. കാര്യം ആ കുട്ടി കടന്നു പോകുന്ന പ്രതികൂലം എന്താണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. ഹല്ലേലൂയ. ഒളിച്ചാണ് കുട്ടി പ്രാർത്ഥിക്കുന്നത്, ഒളിച്ചാണ് കുട്ടി ബൈബിൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അതിനൊരുപാട് വേദനകളുണ്ട്. എല്ലാവരും അത് ഫിസിക്കലി അങ്ങനെ ആയത്, അങ്ങനെയുള്ള രോഗങ്ങൾ വന്നത് അതിൻ്റെ തെറ്റല്ല. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ നടുവിലും കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പാടുവാനും ഒക്കെ ആ കുട്ടിക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയത്തില്ല, ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. റിഖാലാപ ശന്തര. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ ആർക്കാ കഴിയുന്നത്? Hallelujah. Recall, no one can snatch us from God's hand. Hallelujah. So let us come to that verse. Hallelujah. Message like നമുക്ക് വരാം. So this means that the Lord Jesus is നമ്മളെ ഹോൾഡ് ചെയ്യുവാണ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ കരത്തിൽ നമ്മളെ ഹോൾഡ് ചെയ്യാണ്. ഈസ് ഹോൾഡിങ് us in God's hands. Hallelujah. And നമുക്ക് നിത്യജീവൻ തന്നേക്കുക, eternal life നമുക്ക് തന്നേക്കുക ആയിട്ട് കർത്താവ് പറയുന്നുണ്ട്. He assures us that you will never perish or you be destroyed because his life is coming into you. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കള്ളം വരുന്നത് മുടിക്കാനും കക്കാനും നമ്മളെ നശിപ്പിക്കാനും ഒക്കെയാണ്, അല്ലേ? പക്ഷേ സ്വർഗ്ഗത്തിലെ കർത്താവ് വന്നത് നമുക്ക് സമൃദ്ധിയായിട്ട് ജീവൻ നൽകാനാണ്. നോ വൺ ക്യാൻ ടേക്ക് us away from God's hand. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും, എനിക്കറിയാം മെസ്സേജ് കേൾക്കുന്ന പലരും, ഹല്ലേലൂയ, ഒളിച്ച് പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ഒളിച്ച് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ഒളിച്ച് ബൈബിൾ വായിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെ കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ധരബ ശന്തര റിഖബര സ്യാന്തര റീബശന്തര. ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം എന്നാണ്? ജ്യൂസ് അവർ യേശുവിനോട് ചോദിച്ചു, എന്താ പറയുക, ഇഫ് ഹി വാസ് ദ മെഷിഹ. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ റെസ്പോൺസ് ഇതാണ്. ഹിസ് റെസ്പോൺസ് വാസ് നോട്ട് ആക്ച്വലി യെസ് ഓർ നോ, ബട്ട് റാദർ എന്താ പറയുക, കർത്താവ് പറയുന്ന ഇത്രയേ ഉള്ളൂ,
നമുക്ക് ആ ജോൺ 10 തന്നെ എടുത്തു വെക്കാം. ജോൺ 10:25 കർത്താവ് പറയുന്നുണ്ട്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. ഹല്ലേലൂയ. ജീസസ് ആൻസേർഡ് ദം, ഐ ടോൾഡ് യു ആൻഡ് യു ബിലീവ് നോട്ട്. The works that I do in my Father's name, they bear witness of me. ഹല്ലേലൂയ. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ലായ്കയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ തന്നെയാണോ? കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്താ പറയുക, കർത്താവ് പറഞ്ഞേ, ബട്ട് യു ബിലീവ് നോട്ട് ബിക്കോസ് യു ആർ നോട്ട് ഓഫ് മൈ ഷീപ്പ് ആസ് ഐ സെഡ് അൺടു യു. മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ് ആൻഡ് ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. എൻ്റെ ഷീപ്പുകൾ, എൻ്റെ ആടുകൾ എന്നെ അറിയുകയും ചെയ്യുന്നു, അവരെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആൻഡ് ഐ ഗിവ് unto them eternal life, and they shall never perish, neither shall any man pluck them out of my hand. Hallelujah. Oh ribara santara rikara la shakaraba. 26 തൊട്ട് നമ്മൾ 28 വരെയാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. നമുക്ക് 30 വരെ താഴോട്ട് വായിക്കാം. ഹല്ലേലൂയ. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ഹല്ലേലൂയ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. അപ്പം അതാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മളെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ എന്താ പറയുക, പ്ലക്ക് ചെയ്തെടുത്തോണ്ട് പോകാൻ ഈ ലോകത്തിലുള്ള ഒരു കഷ്ടതയ്ക്കോ പ്രതികൂലത്തിനോ പട്ടിണിക്കോ എന്താ പറയുക നിന്ദയ്ക്കോ അപമാനത്തിനോ രോഗത്തിനോ ഒന്നിനും കഴിയത്തില്ല ദൈവമക്കളെ. And Jesus is stating one more thing, the eternal life he offers is permanent. Hallelujah. He holds his sheep, believers, in his hand, and no one can snatch them out of his hand. Hallelujah. Oh rikala bashantara adhikara gashantara. Oh Jesus compares നമ്മളെ ബിലീവേഴ്സിനെ കർത്താവ് ഒരു ഷീപ്പുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ആടുകളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ആടുകൾ, ആട്ടിടയനില്ലാത്ത ആടുകൾ എങ്ങനെയാണ്? അത് ചിതറി നടക്കും, അതിനെങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, അല്ലേ? യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ നമ്മൾ 10:12 എടുത്ത് വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു, ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഇടയനാണ് നമ്മുടെ സ്വർഗ്ഗത്തിലെ കർത്താവ്. ഹല്ലേലൂയ. Those who belong to Christ are safe from anyone or anything. Hallelujah. And no one can snatch them out of the Father's hand. Hallelujah. Tharabashatara adhikar. നമ്മൾ 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, റിഖാമസ്യാന്തര റീവശന്തര, 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുമ്പോൾ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. ധാരാബ ഷിഖാരാബ. അതിന് മുന്നേ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ട് കൊള്ളുക. നമ്മുടെ എല്ലാ ഭാരങ്ങളും അപ്പൻ്റെ പാദത്തിൽ നമ്മൾ വെക്കുക. ഹല്ലേലൂയ. കാരണം നമുക്ക് ഒരു പ്രതികൂലം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്ക് ആരും സഹായിപ്പാനില്ലാതെ നമ്മൾ രോഗത്തിലായിരിക്കുമ്പോൾ, ദൈവമക്കളെ, അതിലൂടെ അവസ്ഥയിലെല്ലാം കടന്നു പോയ ഒരാളാണ് ഞാൻ പറയുകയാണ്, ആ സമയത്ത് പിശാച് പലതും വന്ന് നമ്മുടെ ചെവി പറയും,
ഹല്ലേലൂയ. നമ്മളതിലൊന്നും വീണു പോകരുത്. നമ്മളെപ്പോഴും എന്താ പറയുക, യു ഷുഡ് ബി സോബർ, യു ഷുഡ് ബി വിജിലൻറ്റ്, ബിക്കോസ് യുവർ adversary the devil as a roaring lion walketh about seeking whom he may devour. ആരെ വീഴ്ത്തേണ്ടു എന്ന് പറഞ്ഞ് നടക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ, നമ്മുടെ ഫ്ലഷ് തളർന്നു പോകുമ്പോൾ, നമ്മുടെ ഫ്ലഷ് വീക്കാകുമ്പോൾ, നമ്മുടെ നാവിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ ഒരു വാക്ക് വരരുത്. യു ഷുഡ് ബി വെരി 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 കെയർഫുൾ. ഹല്ലേലൂയ. നെഗറ്റീവ് വേർഡ്സ് വരരുത്. ഹല്ലേലൂയ. ധരഭശാന്തരധികാരകശന്തരധികാരഗതികസ്യ. അതിനോടൊപ്പം പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി വളരെ പ്രയാസത്തിലൂടെ ഒരു പക്ഷേ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ തീ കൂടിയിട്ട് അവനോ അവൾക്കോ താങ്ങാൻ കഴിയാത്ത വേദനയിലൂടെ കടക്കുമ്പോൾ അവനെ താങ്ങുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വാക്കുകൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട് അവരെ താങ്ങുക. അവരെ നോക്കി ചിരിക്കരുത്. ഹല്ലേലൂയ. അവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കരുത്. അവർ പാപം ചെയ്തിട്ടാണ് അങ്ങനെ വന്നത് എന്നൊന്നും നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. ധരഭശന്തര. കർത്താവിൻ്റെ പ്രോസസ്സിലൂടെ കർത്താവ് നമ്മളെ ഒരു മോൾഡിങ് ഇതിലേക്ക് ഒരു മോൾഡിങ് പ്രോസസ്സിനകത്താണ് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ധരഭശന്തര. അത് കർത്താവിൻ്റെ ഹിതമാണ്. കർത്താവിൻ്റെ മക്കളെ കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ ഞാൻ അതിനെക്കുറിച്ചൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു ക്ലാസ് അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ആയുധമായി നമ്മളെ തീർക്കാൻ കർത്താവ് പല വേയിലൂടെയും നമ്മളെ നടത്തും. ഹല്ലേലൂയ. അത് നോക്കി ഒരു പക്ഷേ കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. കാര്യം ഇത് കേട്ടിട്ടില്ലാത്ത പലരും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ അടുക്കളയിൽ പല പാത്രങ്ങളുണ്ട് അല്ലേ. വലിയ പാത്രങ്ങളുണ്ട്, കൊച്ചു പാത്രങ്ങളുണ്ട്, സ്പൂൺസ് ഉണ്ട്. ഓരോ സ്പൂണും ഓരോ കറി വിളമ്പാനും ഓരോ ടൈപ്പ് ഓഫ് സ്പൂൺസാണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ. ഹല്ലേലൂയ. ഈ സ്പൂൺ എപ്പോഴും വലിയ പാത്രം വലിയ പാത്രമാണല്ലോ, അങ്ങ് വലിയ ഇമ്പോർട്ടൻസ് ആണല്ലോ കിച്ചണിലെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എത്ര വലിയ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളും നിൻ്റെ കിച്ചണിലുണ്ടെങ്കിലും ആ ഗസ്റ്റ് വരുമ്പോൾ ആ ഡൈനിങ് ടേബിൾ നിൻ്റെ ഭക്ഷണം ഫുഡ് സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ് ദൈവമക്കളെ? സ്പൂണാണ്. ആ കർത്താവാണ് നമ്മുടെ ഷെഫ്. ഹല്ലേലൂയ. അപ്പം ഓരോരുത്തർക്ക് എന്താണ് വിളമ്പേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് അവരുടെ ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്നത് ഷെഫാണ് അല്ലേ. അപ്പോൾ ആ ഷെഫിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന സ്പൂണായി നമ്മൾ മാറണമെങ്കിൽ ചില പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ വ്യക്തികളെ, ആ ദൈവമക്കളെ നോക്കി നമ്മൾ ചിരിക്കരുത്. അവർ പാപം ചെയ്തുകൊണ്ട് അങ്ങനെ പോയത്, അവരുടെ പ്രാർത്ഥന ശരിയല്ലാത്തതുകൊണ്ടാണ്, അല്ല അത് അവർ വചനത്തിൽ നിലനിൽക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ ഒന്നും നമ്മൾ പറയരുത്. ഹല്ലേലൂയ. റിഖാലാഭാഷന്തര. നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വരരുത്. കർത്താവ് നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ പറയുക ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയുവാണ്. ഹല്ലേലൂയ. ജാതികൾ പോലും ഇങ്ങനെയൊന്നും പറയത്തില്ല. ദൈവമക്കൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കർത്താവ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വാട്ട് ആർ യുവർ തോട്ട്സ്? നിങ്ങളുടെ തോട്ട്സ് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലെ തോട്ട്സ് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഒരു വ്യക്തിക്കൊരു പ്രതികൂലം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന തോട്ട്സ് എന്താണ്? പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവമക്കളായി തീരുക, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരുക. ഹല്ലേലൂയ. വീണ്ടും വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സോ ഞാനിവിടെ പറഞ്ഞു വന്നത് യോഹന്നാൻ 10:10 നമ്മൾ പറയുന്നത് ഡെവിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ റോറിങ് ലയൺ അല്ലേ. അവൻ അലറി വിളിക്കത്തേ ഉള്ളൂ, അവനൊന്നും നമ്മളെ ചെയ്യത്തില്ല, ജസ്റ്റ് പേടിപ്പിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. സീക്കിംഗ് ഹൂം ഹി മേ ഡിവർ. ആരെ വീഴ്ത്തേണ്ടു എന്ന് പറഞ്ഞ് നടക്കുവാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഈ 2024 പലരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിൽക്കുന്നവർ അതിശക്തമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതും അതിവിശ്വാസത്തിൽ നിൽക്കുന്നവരെ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ റോറിങ് ആയിട്ട് നടക്കുവാണ് ലയൺ. ഹല്ലേലൂയ.
നമ്മളാരും അതിൽ വീണ് പോകാതെ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുക. ഹല്ലേലൂയ. ധരഭാഷ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം ദൈവമക്കളെ. നമ്മൾ അതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഹല്ലേലൂയ. വി ആർ ഓൺ ദ എന്താ പറയുക, വി ആർ ബീൻ ആ കുശവൻ്റെ കയ്യിലിരുന്ന് പണി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. നല്ല മാനപാത്രങ്ങളാക്കി തീർക്കുവാൻ കുശവൻ പണിതുകൊണ്ടിരിക്കുന്ന പണിശാലയിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. And Jesus is God and no one can take the sheep out of Jesus' hand. Hallelujah. Rikala Bashantara. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39 കൂടെ വായിച്ച് നിർത്താം. ഹല്ലേലൂയ. റോമാലേഖനം, ഹോളി ഗോഡ്, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39. ഹല്ലേലൂയ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് എഴുതുക. ഹല്ലേലൂയ. ഇതൊന്നിനും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയാൻ കഴിയത്തില്ല ദൈവമക്കളെ. എന്താ പറയുക, കർത്താവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാണ് നമ്മൾ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കവർ ചെയ്ത് മുദ്രയിട്ടപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. റീഖാലാബ ശന്തര റിതിക രകേഷ് യാന്തര. കർത്താവിൻ്റെ കരത്തിൽ നമ്മളെല്ലാവരും പ്രഷ്യസ് ആയിട്ടുള്ള ആടുകളാണ്. ഹല്ലേലൂയ. നമുക്കൊരു നല്ല ഗുഡ് ഷെപ്പേർഡ് ഉണ്ട്. ഹി പ്രൊട്ടക്ട്സ് ഹിസ് ഷീപ്പ് ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് നോ വൺ ആൻഡ് nothing can snatch hallelujah them from his hand. Hallelujah. So let us look to the face of God, face of Jesus. Hallelujah. Pray to God. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഈ ഹല്ലേലൂയ വാഗ്ദത്തത്തിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഡാഡി, we thank you for this wonderful promise of eternal life, Daddy. Hallelujah. Thank you, Jesus, for the eternal life that you have given us, Daddy. Hallelujah. Rikalaba. You rose from the dead to grant us this abundant life, Daddy. Hallelujah. Oh, we receive your life now, Daddy. Oh, Rikalaba Shantara. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വീഴുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മകൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. Hallelujah. I'm praying for our church pastors, assistant pastors, deacons. Hallelujah. Fellow family members, അപ്പച്ചമാർ അമ്മച്ചിമാരുണ്ട്. Hallelujah. ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവരുണ്ട്, രോഗാവസ്ഥയിലിരിക്കുന്നവരുണ്ട്, ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ് ഉണ്ട്. ഡാഡി, ഹല്ലേലൂയ. വളരെയധികം പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അനേകരുണ്ട്. ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, 30 വയസ്സ് വരെയുടെ ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ എല്ലാ യൗവന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരെല്ലാം കർത്താവ് അന്യഭാഷ അടയാളത്താൽ അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കണം. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഓരോ നിമിഷവും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കർത്താവെ, ഞങ്ങൾ ശത്രുവിൻ്റെ ഒരു കെണിയിലും അകപ്പെടാതെ യഹോവ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഡാഡി, യു ഗേവ് us the hallelujah surety that nothing can snatch us away from your hands. Hallelujah. കർത്താവിൻ്റെ ഞങ്ങളോടുള്ള സ്നേഹം അത് അഗാധമാണല്ലോ കർത്താവെ. ആരും ഞങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്താൽ കർത്താവ് ഞങ്ങളെ കവർ ചെയ്തിരിക്കുവാണല്ലോ കർത്താവെ. അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങളെ അങ്ങ് ഞങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കർത്താവെ ഓരോ നിമിഷം ഈ ഭൂമിയിൽ ഹല്ലേലൂയ അങ്ങയിൽ പൊന്നുമുഖം നോക്കി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നത്. അധികാരകശന്തര കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ പെർസിക്യൂഷൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവർ കർത്താവെ സുമറ്റം ചെയ്യുന്ന ചില രക്ഷിക്കപ്പെടാനുള്ളവരുണ്ട്. പരിശുദ്ധാത്മാവരെ തൊടണമേ. അവർ കേൾക്കുന്ന വചനം അവരിൽ ക്രിയ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് വലിയവ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്ഭുത രോഗസൗഖ്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തല്ലോ. വചനം അവരിൽ ക്രിയ ചെയ്ത് അവരെത്രയും പെട്ടെന്ന് കർത്താവിലായിത്തീരുവാൻ സ്വർഗ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ത്യക്ക് പുറത്തുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ശുശ്രൂഷയിലുള്ളവരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഹല്ലേലൂയ പഠിക്കുന്നവരുണ്ട്,
കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ ഞങ്ങളുടെ പ്രത്യേക കരുതൽ കാവലുകൾ ഉണ്ടാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സൂമീറ്റിക്സിൻ്റെ ഡാഡി ദേവദാസിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹാലയിലെ ജോലിക്ക് പോകുന്നവരുണ്ട് കർത്താവെ, പഠിക്കുന്നവരുണ്ട് കർത്താവെ. അവരെ നല്ലവണ്ണം പഠിച്ച് കർത്താവിന് വേണ്ടി അവർ വളരട്ടെ. കർത്താവിൻ്റെ പ്രിയ മക്കളായി അവർ വളരട്ടെ. അവരിലൂടെ അനേകർ കർത്താവിനെ അറിയുവാൻ ഇടവരട്ടെ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമെല്ലാം കാത്തുകൊള്ളണമേ. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ എപ്പോഴും അവരായിരിക്കാൻ സ്വർഗ്ഗം ഇടയാക്കണം. ഞങ്ങളുടെ ദൂതന്മാരുടെ കാവൽ എപ്പോഴും ഉണ്ടാകണം കർത്താവെ. Hallelujah. Rabba Santharabara. I am praying for all the missionaries, all the orphans and widows, Arabasia, all the militants who are guarding this nation. Hallelujah. Rebasianta, Rekabasia, all the ministers, or Abishianta, Rabikalashianta. Let India be, hallelujah, Rekalabas be saved. Israel, Janatrai Prati, Israel, Samatrai Prati, let the Brazil Jesus Christ, the Savior and Lord. Hallelujah. Karthave, hallelujah. Rekabasianta, I message കേട്ടിട്ടാരെങ്കിലും കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അവർ ഈ പ്രഭാതത്തിൽ നിറയപ്പെടണം ഡാഡി. പരിശുദ്ധാത്മാവ് ഈ മെസ്സേജ് അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ. ഇന്ന് മുഴുവൻ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിലൂടെ അവരോട് ഇടപെട്ടുകൊണ്ടേയിരിക്കണമേ. എൻ്റെ കർത്താവ് വന്നത് എന്തിനാണെന്ന്, ഒരു മതം സ്ഥാപിക്കുവാനല്ല, ഒരു രാജ്യമുണ്ടാക്കാനല്ല. എൻ്റെ കർത്താവ് വന്നത് നിത്യജീവൻ നൽകാനാണ്, നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഹല്ലേലൂയ. നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനാണ്, നിനക്ക് നിത്യജീവിതത്തെ തരാനാണ്. ഹല്ലേലൂയ. നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ്. ഓ റിഖാല നിൻ്റെ പാപമോചനത്തിനാണ്. ഉഡാല ശിഖാരബാസ്യാന്തര റീബശന്തര ദിഖാലഗസ്തന്തര. ഓ നീ മരിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് നരകത്തിൽ പോകാതെ ഓ സ്വർഗ്ഗത്തെ കർത്താവിനോട് കൂടി ഇരിക്കുവാനാണ്. ഉഡാരഗശന്തര ദിഖാരഗസ്തന്തര. ഓ he came to this world to give eternal life, to live our life abundantly. Lord, talk to those who have not received Jesus Christ as Savior and Lord. Daddy, touch them. Hallelujah. It's not a religion, it's not a caste. Hallelujah. It's not a tradition. Hallelujah. Oh, it's a way. Jesus is a way, truth and the life. Hallelujah. പരിശുദ്ധാത്മാവരോട് ഇടപെടുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് പപ്പ. വളരെ വേദനയോടെ വളരെ നാളുകളായി ഞങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എല്ലാവരെയും തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പേപ്പർ ഹല്ലേലൂയ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഓവർ റെഡി ആവാറായിരിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവാണ് ചെയ്തത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കരത്തിൽ അത് ലഭിക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കണം. എല്ലാ തടസ്സങ്ങളെ നീക്കണം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതകരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവിൻ്റെ അത്ഭുതകരം ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളും മിറക്കിൾസും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് അവരെ സൗഖ്യമാക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ ഹോൾഡ് ചെയ്യണം ഡാഡി. ഹാലയിൽ അവരെ കംഫർട്ട് ചെയ്യണം ഡാഡി. ഹല്ലേലൂയ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകരിൽ പരിശുദ്ധാത്മാവ് എത്തിച്ചാട്ട്. ഹല്ലേലൂയ. സൂം മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാണല്ലോ. എല്ലാ മഹത്വവും എൻ്റെ സ്വർഗ്ഗത്തിലെ കർത്താവ് എടുത്താട്ട്. ഇന്ന് ഈ മെസ്സേജ് ഇടാൻ കഴിഞ്ഞത്, ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചതുകൊണ്ടാണ്. എൻ്റെ യേശു കർത്താവിനെ സഹായിച്ചത് കൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി ഓർ എനിത്തിങ്, എൻ്റെ കഴിവോ ശക്തിയോ ബുദ്ധിയോ ഒന്നുമല്ല കർത്താവേ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ് ഡാഡി. ഹല്ലേലൂയ. എല്ലാ മഹത്വം എൻ്റെ യേശു അപ്പച്ചന് കരയേറ്റുന്നു ഡാഡി. സകല ഞങ്ങളുടെ പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കിടപ്പിക്കായ സ്തോത്രം. സാലോ ഞങ്ങൾക്ക് മേടിച്ചു യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാമം തന്നെ. ആമേൻ ആമേൻ. സോ വിൽ മീറ്റ് tomorrow. നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ റൈറ്റപ്പ് ആയിരിക്കും. Anyway, may God bless you. If you got any prayer requests, you can call me or text me at my number 813-8814-577. If you want to know more about this salvation, ഈ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാം, പ്രാർത്ഥനയ്ക്കും വിളിക്കാം. ഓക്കെ. നമ്മുടെ സൂം മീറ്റിങ്സ് എല്ലാ ട്യൂസ്ഡേയ്സും നടക്കുന്നുണ്ട്. അത് ഒരു ദിവസം കൂടി ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ മുന്നോട്ട് പോകും. ഓക്കെ. May God bless you all. Have a wonderful day. Bye bye. I love you all.